ഉടമ്പടി പുതുക്കിയതിന് ശേഷം ഞാൻ ഒരു ദിവസം ഇങ്ങനെ സൈറ്റിൽ വെറുതെ നോക്കിയപ്പം ഇങ്ങനെ ഒരു ബെൽജിയം റിക്രൂട്ട്മെൻറ്റ് ഇങ്ങനെ കണ്ടു. അപ്പോൾ ഞാൻ വെറുതെ അപ്ലൈ ചെയ്തു. അവിടെ അതിനകത്ത് പ്രത്യേകിച്ചൊന്നും പറയാനില്ല, നമ്മുടെ കുറച്ച് ഡീറ്റെയിൽസ് മാത്രമായിരുന്നു. അപ്പോൾ ഞാനത് അപ്ലൈ ചെയ്തു, കൊടുത്തു. പക്ഷേ എന്താവും അതിൻ്റെ ബാക്കി എന്നൊന്നും എനിക്കറിയില്ലായിരുന്നു. അങ്ങനെ ഡോക്യുമെൻറ്റ്സ് എല്ലാം റെഡിയാക്കി എല്ലാം വെച്ചു. അപ്പം ഒരു 2 ആഴ്ച കഴിഞ്ഞപ്പോഴേക്കും ആദ്യം ഒരു മെയിൽ വന്നു. എന്തോ അത് റിജക്ഷനായി എന്നും പറഞ്ഞിട്ട് നമ്മൾ ഡോക്യുമെൻറ്റ്സ് സബ്മിറ്റ് ചെയ്യാൻ അവർ പറഞ്ഞു. സബ്മിറ്റ് ചെയ്തു, പക്ഷേ അതെല്ലാം എൻ്റെ റിജക്റ്റായി. അപ്പോൾ റിജക്റ്റായി കഴിഞ്ഞപ്പോഴേക്കും ഞാൻ ഒത്തിരി വിഷമിച്ചു, ഞാൻ കരഞ്ഞു. എൻ്റെ ജീവിതത്തിൽ ഞാൻ ഇത്രയും കരഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ ദിവസമായിരുന്നു. കാരണം ഞാൻ അതുപോലെ ജോലിക്ക് വേണ്ടി ആഗ്രഹിച്ചിട്ട് എനിക്കത് പെട്ടെന്ന് റിജക്റ്റായി എന്ന് കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര വിഷമമായി. ഞാൻ മാതാവിൻ്റെ രൂപം വെച്ചിരിക്കുന്ന ആ റൂമിൽ പോയിട്ട് ഞാൻ പ്രാർത്ഥിച്ചു, അമ്മ എനിക്ക് ഒരു വഴി കാണിച്ചു തരണം, എനിക്ക് ഇനി എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല എന്ന് ഞാൻ പ്രാർത്ഥിച്ചു. എന്നിട്ട് ഞാൻ എൻ്റെ കൂട്ടുകാരിയെ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു, അവരിങ്ങനെ മെയിൽ അയച്ചു, റിജക്റ്റായി, ഇനി എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അവൾ പറഞ്ഞു, ഞാൻ ഒരു നമ്പർ തരാം, ആ നമ്പറിൽ നീ ഒന്ന് വിളിച്ചിട്ട് കാര്യം പറയാൻ പറഞ്ഞു. അപ്പം ഒരു നമ്പർ അയച്ചു. അത് ആരുടെ നമ്പറാണെന്ന് എനിക്കറിയില്ല, പക്ഷെ ഞാൻ ആ നമ്പറിൽ വിളിച്ചു. ഒരു മാമാണ് ഫോൺ എടുത്തത്. അപ്പം ഞാനിങ്ങനെ കാര്യം പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു, ഒന്നും കൂടെ ഒരു കാര്യം ചെയ്യ്, ഡോക്യുമെൻറ്റ്സ് എല്ലാം മെയിൽ ചെയ്യ്, എന്നിട്ട് നന്നായി പ്രാർത്ഥിക്കുക, ഭാഗ്യം ഉണ്ടെങ്കിൽ അത് അവർ അക്സെപ്റ്റ് ചെയ്യുമെന്ന് പറഞ്ഞു. കാരണം ഇത് നേരിട്ടുള്ള റിക്രൂട്ട്മെൻ്റ് ആയതുകൊണ്ട് തന്നെ ബെൽജിയത്തിലുള്ള അവർ അക്സെപ്റ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് പോകാൻ പറ്റത്തുള്ളൂ. അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചു, മെയിൽ അയച്ചു, വിശ്വാസ പ്രമാണം ചൊല്ലി, പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലി. അപ്പം അങ്ങനെ പ്രാർത്ഥിച്ച് ഞാൻ ആ മെയിൽ അയച്ചു. 1 വീക്ക് കഴിഞ്ഞപ്പോഴേക്കും മെയിൽ വന്നു, സെലക്റ്റായി എന്ന് പറഞ്ഞിട്ട്. അത് കഴിഞ്ഞ് ഒരു ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു, ഒരു സൈക്കോളജിക്കൽ ടെസ്റ്റ് ഉണ്ടായിരുന്നു. ആ ടെസ്റ്റ് 45 മിനിറ്റിനുള്ളിൽ പൂർത്തിയാക്കണമായിരുന്നു. ആ ടെസ്റ്റിനെ പറ്റി എനിക്കൊന്നും അറിയില്ലായിരുന്നു, പക്ഷേ ഞാനത് 40 മിനിറ്റിനുള്ളിൽ കംപ്ലീറ്റ് ചെയ്തു. ഒരാഴ്ച കഴിഞ്ഞപ്പോൾ മെയിൽ വന്നു, ആ ടെസ്റ്റ് ഞാൻ പാസ്സായി എന്ന് മെയിൽ വന്നു. അതിനുശേഷം എനിക്ക് ഓൺലൈൻ ഒരു ബെൽജിയത്തിൽ നിന്നുള്ള ഒരു ഗ്രൂപ്പിൻ്റെ ഒരു ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു. അവർ 800 പേരുടെയോളം ഡോക്യുമെൻറ്റ്സും കാര്യങ്ങളും നോക്കിയിട്ട് അതിൽ നിന്ന് അവർക്ക് 73 പേരെ മതിയായിരുന്നു. അപ്പം അതിലൊരാളാകാൻ എനിക്ക് പറ്റുമോ എന്ന് എനിക്ക് അറിയില്ലായിരുന്നു. പക്ഷേ എങ്കിലും ആ ഇൻ്റർവ്യൂ ഓൺലൈൻ ഇൻ്റർവ്യൂ ആയിരുന്നു. ആ സമയത്ത് ഞാൻ ഇരുന്ന ഇരിപ്പിടത്തിൽ ഉപ്പ് വിതറി, ഞാൻ അതിലിരുന്നു, കയ്യിൽ കാശ് രൂപവും ഉപ്പും പിടിച്ചു, നാക്കിൽ ഞാൻ എണ്ണ കുരിശു വരച്ചു. എന്നിട്ട് ഞാൻ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു. അവർ ചോദിച്ച എല്ലാ ക്വസ്റ്റ്യൻ്റെയും ഉത്തരങ്ങൾ എനിക്ക് പറയാൻ സാധിച്ചു. എനിക്ക് അങ്ങനെ ഒരു വിഷമം തോന്നിയില്ല, ഞാനൊന്നും പറഞ്ഞില്ല എന്നൊന്നും തോന്നിയില്ല. കാരണം ഞാനല്ല അവിടെ ഒന്നും പറഞ്ഞത്, പരിശുദ്ധ അമ്മയാണ് അതെല്ലാം അവർക്ക് വേണ്ടതൊക്കെ എൻ്റെ നാവിൽ കൂടി പറഞ്ഞത്. അങ്ങനെ ഞാൻ ആ ഇൻ്റർവ്യൂ കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് കോൾ വന്നു, ഞാൻ ആ ഇൻ്റർവ്യൂ സെലക്റ്റായി എന്ന് പറഞ്ഞിട്ട് കോൾ വന്നു. അപ്പോൾ അവർ പറഞ്ഞു, ഇത് ഫൈനലല്ല, ഇനിയും ഉണ്ട് ഇൻ്റർവ്യൂസ് എന്ന് പറഞ്ഞു. അങ്ങനെ ഇതുപോലെ തന്നെ 2-3 ഇൻ്റർവ്യൂസ് വേറെ ഉണ്ടായിരുന്നു. അപ്പോഴെല്ലാം ഞാൻ വിശുദ്ധ തൈലവും ഉപ്പും കാശ് രൂപവും ഉപയോഗിച്ചു. അങ്ങനെ ഞാൻ ആ ഇൻ്റർവ്യൂ എല്ലാം പാസ്സായി കഴിഞ്ഞ് എനിക്ക് എത്രയും ഗ്യാപ്പുള്ളതുകൊണ്ട് എനിക്ക് കോട്ടയത്തൊന്നും എനിക്ക് ജോലിയൊന്നും കിട്ടുന്നില്ലായിരുന്നു. കാരണം 7 വർഷത്തെ ഗ്യാപ്പായതുകൊണ്ട് ചെല്ലുന്നിടത്തൊക്കെ അവർ പറയുന്നത് ഗ്യാപ്പ് പറ്റില്ല, 1 വർഷമൊക്കെ പറ്റുള്ളൂ എന്നൊക്കെയാണ്. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ എനിക്ക് എറണാകുളത്ത് ലൂർദിൽ ജോലി ചെയ്യാൻ പറ്റി. അപ്പം അങ്ങനെ അവിടെ ജോലി ചെയ്തു. ലാംഗ്വേജ് കോഴ്സ് ഉണ്ടായിരുന്നു. പിന്നെ 3 മാസം കഴിഞ്ഞപ്പോഴും ബെൽജിയത്തിൽ നിന്ന് ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരെത്തി. നമുക്ക് ടെസ്റ്റ് ഉണ്ടായിരുന്നു, അസസ്മെൻറ്റും പ്രാക്ടിക്കലും തിയറിയും എല്ലാം ഉണ്ടായിരുന്നു നഴ്സിങ്ങിൻ്റെ. അങ്ങനെ ആ ടെസ്റ്റൊക്കെ പാസ്സായി. സത്യം പറഞ്ഞാൽ ഇതൊന്നും ഞാൻ സ്വന്തമായിട്ട് എൻ്റെ ഒരു കഴിവുകൊണ്ട് ചെയ്തതല്ല, പക്ഷേ അമ്മയാണ് അതെല്ലാം അവിടെ വന്ന് എനിക്ക് വേണ്ടി ഇതെല്ലാം ചെയ്തത്. കാരണം ഞാൻ അത്രയും ആഗ്രഹിച്ചു അവിടെ പോകാൻ വേണ്ടിയിട്ട് കുഞ്ഞുങ്ങളായിട്ട്. അപ്പം അങ്ങനെ ഇരിക്കെ ആ ടെസ്റ്റെല്ലാം കഴിഞ്ഞു. അതിനകടയിലും ചെറിയ പ്രതിസന്ധികളൊക്കെ വന്നെങ്കിലും അതൊക്കെ നേരിടാൻ പറ്റി, പരീക്ഷ പാസ്സായി. ഇപ്പം ടിക്കറ്റും വിസയും വന്നു. ഇതാണ് എൻ്റെ ടിക്കറ്റും വിസയും. അടുത്ത മാസം ഞാൻ ബെൽജിയത്തിലേക്ക് പോവുകയാണ്. ഞങ്ങൾ 73 പേരുണ്ട്, ഒരുമിച്ചാണ് ഞങ്ങൾ പോകുന്നത്. ഈ ഒരു അനുഗ്രഹം എൻ്റെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. ഇതെനിക്ക് നേടിത്തന്നത് പരിശുദ്ധ അമ്മയാണ്. അതുകൊണ്ട് തന്നെ പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും 1000 നന്ദി അറിയിക്കുന്നു.